ഹായ് കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നമ്മൾ രാജ ഓർ വിദ്രോഹി എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. സംബന്ധ് പഹചാനെ ഓർ മിലാൻ കർക്കെ ലിഖേ. ഇതിൽ ഈ കോളങ്ങളുടെ റിലേഷൻസ് മനസ്സിലാക്കി മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് ക്യാ കഹ, എന്ത് പറഞ്ഞു. താഴെ കൊടുത്തിട്ടുള്ളത് ഓരോ ഡയലോഗ്സ് ആണ്. അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുണ്ട് കിസ്നെ കഹ, ആര് പറഞ്ഞു. അപ്പോൾ ഈ ഡയലോഗ്സ് ഒക്കെ ആരാണ് പറഞ്ഞതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇസ്സെ ക്യാ സംജ, ഈ ഡയലോഗ്സിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലായത് എന്ന് ഈ കോളത്തിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മാച്ച് ചെയ്ത് എഴുതണം. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. രാജാ കി ഇച്ഛാ കി സാമനെ ഹമേ സിർ ഝുക്കാന ഹി പടേഗ. രാജാവിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ നമുക്ക് തല കുനിച്ചേ പറ്റൂ, അതായത് നമ്മൾ അതൊക്കെ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അടുത്ത് കൊടുത്തിട്ടുണ്ട് ലഡായി കെ ആനന്ദ് ഓർ ഉല്ലാസ് സെ തും ലോഗ് മുझे അലഗ് കർണ ചാത്തേ ഹോ. യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിൽ നിന്നും ഉല്ലാസത്തിൽ നിന്ന്, അതായത് സന്തോഷത്തിൽ നിന്നൊക്കെ നിങ്ങൾ എന്നെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു. അടുത്തത് അഗർ ആപ് ന്യായാധീശ് കാ കർത്തവ്യ പാലൻ നഹീ കർ സക്തേ തോ ഫിർ ആപ്കാ കോയി ഫൈസല ഹം നഹീ മാനേംഗെ. നിങ്ങൾ ന്യായാധീശ് എന്നുള്ളൊരു പൊസിഷൻ്റെ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. അടുത്തത് മഗർ രാജ ബനने के बाद तो महाराज एक बार भी हमारे घर के सामने से नहीं गुजरे हैं. പക്ഷേ രാജാവായതിനു ശേഷം മഹാരാജാവ് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ആജ്ഞ ദീജിയെ മഹാരാജ്, മേരെ ലിയെ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹൈ. ആജ്ഞ തരൂ മഹാരാജൻ, അല്ലെങ്കിൽ ആജ്ഞാപിക്കൂ മഹാരാജൻ, താങ്കളുടെ ആഗ്രഹങ്ങളാണ് എനിക്കെല്ലാം. ഈ ഡയലോഗ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ബോക്സിൽ ഇതൊക്കെ ആരാണ് പറഞ്ഞതെന്ന് കൊടുത്തിട്ടുണ്ട്. ഹേം, സേനാപതി, രാജ, ജനത, ന്യായാധീശ്. അടുത്തത് ഇസ്സെ ക്യാ സംജ, ന്യായ ദിലാനെ മേ അസമർത്ഥ വ്യവസ്ഥ കോ ചുനൗത്തി. നീതി ലഭ്യമാക്കാൻ കഴിവില്ലാത്ത സംവിധാനത്തിന് വെല്ലുവിളി. യുദ്ധ മേ ബി ആനന്ദ് കാ അനുഭവ് കർനെ വാല ശാസക് മൻ. യുദ്ധത്തിൽ പോലും ആനന്ദം കണ്ടെത്തുന്ന ഒരു രാജാവ്. ആദേശോं का അന്ധ അനുസരൺ, ആജ്ഞകളെയൊക്കെ അന്ധമായി ഇങ്ങനെ അനുസരിക്കുക, അത് ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ അതൊക്കെ അനുസരിക്കുക. അധികാരി കെ പ്രതി വഫാദാരി, റൂളറിനോടുള്ള, അതായത് രാജാവിനോടുള്ള വിശ്വസ്തത. ശാസൻ കെ പ്രതി ജനത കി ആലോചന, ഭരണത്തിനെതിരെ ജനങ്ങളുടെ ക്രിറ്റിസിസം. അപ്പോൾ ഇതൊക്കെ മാച്ച് ചെയ്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ക്യാ കഹ വായിക്കാം. രാജാ കി ഇച്ഛാ കെ സാമനെ ഹമേ സിർ ഝുക്കാന ഹി പടേഗ. രാജാവിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ നമ്മൾ തലകുനിച്ചേ പറ്റൂ. ഇത് പറഞ്ഞത് ന്യായാധീശാണ്. രാജാവിൻ്റെ ആഗ്രഹങ്ങൾ തെറ്റാണെങ്കിൽ പോലും അതെല്ലാം നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം എന്നാണ് ന്യായാധീശ് പറയുന്നത്. അപ്പോൾ ആദേശോं का അന്ധ അനുസരൺ ആണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തത് ലഡായി കെ ആനന്ദ് ഓർ ഉല്ലാസ് സെ തും ലോഗ് മുझे അലഗ് കർണ ചാത്തേ ഹോ. ഇത് പറയുന്നത് രാജാവാണ്, രാജ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് യുദ്ധ മേ ബി ആനന്ദ് കാ അനുഭവ് കർനെ വാല ശാസക് മൻ. യുദ്ധത്തിൽ പോലും ആനന്ദം കണ്ടെത്തുന്ന ഒരു രാജാവാണ് ഇത്. അടുത്തത് അഗർ ആപ് ന്യായാധീശ് കാ കർത്തവ്യ പാലൻ നഹീ കർ സക്തേ തോ ഫിർ ആപ്കാ കോയി ഫൈസല ഹം നഹീ മാനേംഗെ. ഇത് പറയുന്നത് ജനതയാണ്. നിങ്ങൾ ന്യായാധീശിൻ്റെ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് ജനതയാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ന്യായ ദിലാനെ മേ അസമർത്ഥ വ്യവസ്ഥ കോ ചുനൗത്തി. നിങ്ങളുടെ തീരുമാനത്തിനൊന്നും ഞങ്ങൾ വില കൽപ്പിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ജനങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ഇവരുടെ ന്യായവ്യവസ്ഥയ്ക്ക് ഒരു ചാലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. അടുത്തത് മഗർ രാജ ബനने के बाद तो महाराज एक बार भी हमारे घर के सामने से नहीं गुजरे हैं. ഇത് പറഞ്ഞത് ഹേമാണ്. രാജാവായതിനു ശേഷം മഹാരാജാവ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശാസൻ കെ പ്രതി ജനത കി ആലോചന. ഹേം അവിടെ ക്രിറ്റിസിസമാണ് നടത്തുന്നത്. ഈ ഭരണത്തിനെതിരെയായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാണ് ഹേം ചെയ്യുന്നത്. അപ്പോൾ ശാസൻ കെ പ്രതി ജനത കി ആലോചന ആണ് അവിടെ മനസ്സിലാവുന്നത്. അടുത്തത് ആജ്ഞ ദീജിയെ മഹാരാജ്, മേരെ ലിയെ ആപ്കി ഇച്ഛാ ഭി സബ് കുച്ച് ഹൈ. ആജ്ഞാപിക്കൂ മഹാരാജൻ, എനിക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് എല്ലാം. ഇത് പറഞ്ഞിട്ടുള്ളത് സേനാപതിയാണ്. സേനാപതി ഇത് പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നത് അധികാരിക്ക് പ്രതി വഫാദാരി. സേനാപതി അത്രയ്ക്കും രാജാവിനോട് ലോയലാണ്.
രാജാവിനോടുള്ള ലോയൽറ്റിയാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. അധികാരിക്ക് പ്രതി വഫാദാരിയാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. റേഖാങ്കിത് പദ്ബന്ദ് പർ ധ്യാൻ ദേ, പദ്ബന്ധോं का अर्थ पहचाने. താഴെ കൊടുത്തിരിക്കുന്ന ഫ്രേസ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫ്രേസിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ഇഡിയം പോലത്തെ ഫ്രേസാണിത്. ഇഡിയം എന്ന് പറഞ്ഞാൽ ഭാഷാ പ്രയോഗങ്ങളാണ്. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഇഡിയമാറ്റിക് ഫ്രേസാണ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് വായിക്കാം. ന്യായാധീശ് രാജചാരൻ की चापलूसी सुन सुनकर जनता के कान झनझना रहे हैं. രാജചാരൻ്റെ മുഖസ്തുതി കേട്ട് കേട്ട് ജനങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കാൻ ജൻജനാന എന്ന് പറഞ്ഞാൽ പീസ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവുക എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. യ സംവാദ് പഠേ ഓർ ഛൂട്ടെ പർസർഗ് പഹചാനെ. താഴെ കൊടുത്തിരിക്കുന്ന കോൺവെർസേഷൻ വായിച്ചിട്ട് ഇതിൽ വിട്ടുപോയിട്ടുള്ള പർസർഗ് എന്ന് പറഞ്ഞാൽ കാ, കെ, കി, കോ അതൊക്കെയാണ് പർസർഗ്. അപ്പോൾ വിട്ടുപോയിട്ടുള്ള പർസർഗ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ന്യായാധീശ് പറയാണ്, രാജചാരൻ ചാപ്ലൂസി സുൻ സുൻകർ ജനതാ കെ കാൻ ജൻ ജനാ രഹേ ഹേ. രാജചാരൻ്റെ ഫേക്ക് പ്രേസ്, മുഖസ്തുതി കേട്ട് കേട്ട് ജനങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് കേൾക്കാൻ സാധിക്കില്ല, ഇനി അവരത് കേട്ടിരിക്കില്ല. രാജചാരൻ ചാപ്ലൂസി എന്ന് പറയുമ്പോൾ ഒരു മീനിങ്ലെസ് ആണ് അല്ലേ അവിടെ. അല്ലാതെ രാജചാരൻ മുഖസ്തുതി കേട്ട് കേട്ട് ജനങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സെൻറ്റൻസ് അവിടെ ഇൻകംപ്ലീറ്റ് ആണ്, മീനിങ്ലെസ് ആണ്. അപ്പോൾ രാജചാരൻ की चापलूसी सुन सुनकर जनता के कान झनझना रहे हैं. നമ്മൾ ഈ പർസർഗ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ശേഷമുള്ള വേർഡിൻ്റെ ലിംഗ്, അതായത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്നും സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നും നോക്കും. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പർസർഗ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. രാജചാരൻ की चापलूसी എന്നാണ് വരിക. ചാപ്ലൂസി സ്ത്രീലിംഗ് ശബ്ദമാണ്, സിംഗുലർ ആണ്. അപ്പോൾ രാജചാരൻ की चापलूसी. സുൻ സുൻകർ ജനതാ കെ കാൻ ജൻജനാ രഹേ ഹേ എന്നൊന്നില്ലേ, കെ വരാൻ കാരണം കാൻ എന്നുള്ളത് പ്ലൂറലാണ്. ഇവിടെ കാനേ എന്നൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും കാൻ ജൻജനാ രഹേ ഹേ, ജനതാ കെ എന്ന് പറയുമ്പോൾ ജനത എന്തായാലും പ്ലൂറലാണ്, അതുകൊണ്ടാണ് കെ വന്നിട്ടുള്ളത്. അടുത്തത് രാജ പറയാണ്, മുझे പതാ ഹെ നമക് ഗുൺ വ ഗായേഗാ ഹി. എനിക്കറിയാം നമക് ഗുൺ വ ഗായേഗാ ഹി, അതൊരു ഇൻകംപ്ലീറ്റ് ആയ സെൻറ്റൻസ് ആണ്. നമക് കാ ഗുൺ എന്നാണ് വരുന്നത്. ഗുൺ എന്നുള്ളത് ഒരു പുല്ലിംഗ് ശബ്ദമാണ്. നമക് കാ ഗുൺ വ ഗായേഗാ ഹി. ഇതിൻ്റെ അർത്ഥം ഉണ്ട ചോറിൻ്റെ നന്ദി കാണിക്കുന്ന പറയില്ലേ, ആ ഒരു ഫ്രേസ് ഹിന്ദിയിലാക്കുമ്പോൾ നമക് കാ ഗുൺ വ ഗായേഗാ ഹി, നമക് കാ ഗുൺ ഗാന എന്നുള്ളതാണ് അവിടുത്തെ ഫ്രേസ് വരുന്നത്. അപ്പോൾ നമക് കാ ഗുൺ ഗായേഗാ ഹി എന്നാണ് അവിടെ വരേണ്ടത്. പിന്നെ ഇവിടെ ഗുൺ എന്നുള്ള വേർഡ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ കെ എന്നാണ് വരിക. ഇതിപ്പോൾ സിംഗുലർ ആയതുകൊണ്ടാണ് നമക് കാ ഗുൺ എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ പുല്ലിംഗുമാണ് സിംഗുലറുമാണ്. അപ്പോൾ നമക് കാ ഗുൺ വ ഗായേഗാ ഹി. അടുത്തത് കോഷ്ടക് സേ ഉചിത് പർസർഗ് ചുൻകർ രേഖാങ്കിത് സ്ഥാൻ ഭരേ. ഈ ബ്രാക്കറ്റിൽ കാ, കെ, കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യണം, അതായത് ഈ വിട്ടുപോയിരിക്കുന്ന സ്ഥലത്ത് ഫില്ല് ചെയ്യണം. ആദ്യത്തത് നാടക് ഡാഷ് പാത്ര മഞ്ച് പർ ആത്തെ ഹേ. നാടകത്തിൻ്റെ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ വരുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരേണ്ടത്. പാത്ര എന്നുള്ളത് ഒരു കഥാപാത്രമല്ല, ഇവിടെ കഥാപാത്രങ്ങൾ, നാടകത്തിൻ്റെ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ കെ എന്നുള്ളതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കെ എന്നുള്ളതാണ് പ്ലൂറലിൻ്റെ കൂടെ വരിക. അപ്പോൾ നാടക് കെ പാത്ര മഞ്ച് പർ ആത്തെ ഹേ. അടുത്തത് രാജ ഡാഷ് വേഷ്ഭൂഷ സുന്ദർ ഥി. രാജ കി വേഷ്ഭൂഷ എന്നാണ് വരേണ്ടത്. വേഷ്ഭൂഷ എന്നുള്ളത് ഒരു സ്ത്രീലിംഗ് വേർഡാണ്, അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുന്ദർ ഥി എന്നാണല്ലോ വരുന്നത്. ഥി എന്ന് വരുമ്പോൾ എന്തായാലും അവിടെ പർസർഗ് സ്ത്രീലിംഗ് ആയിരിക്കും. അപ്പോൾ രാജ കി വേഷ്ഭൂഷ സുന്ദർ ഥി. മുകളിലുള്ള സെൻറ്റൻസ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നാടക് കെ പാത്ര മഞ്ച് പർ ആത്തെ ഹേ, ഹേന് അവിടെ ഡോട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പ്ലൂറൽ ആയിട്ടുള്ള പർസർഗാണ് വരിക. അടുത്ത നോക്കാം. ബച്ചോ ഡാഷ് നാടക് ജോഷീല ഥാ. ബച്ചോ കാ നാടകാണ്, ബിക്കോസ് നാടക് ഒരു പുല്ലിംഗ് വേർഡാണ്. ബച്ചോ എന്നുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ അതിന് ശേഷമുള്ള പർസർഗിന് ശേഷമുള്ള വേർഡ് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബച്ചോ കാ നാടക് ജോഷീല ഥാ, അല്ലെങ്കിൽ ഥാ വരുമ്പോൾ ഒബ്വിയസ്ലി അവിടെ പുല്ലിംഗ് പർസർഗാണ് വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം. बच्चों का नाटक जोशीला था. लास्ट एक्टिविटी നോക്കാം. चलो हम राजा और विद्रोही नाटक का मंचन करें. വരൂ
നമുക്ക് രാജാ और വിദ്രോഹി എന്ന നാടകം അവതരിപ്പിക്കാം. മഞ്ചൻ കെ പൂർവ് യേ തയ്യാറിയാ കരേ. നാടകം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യണം. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ദൽ കാ ഘടൻ കരേ. ഒരു ടീം രൂപീകരിക്കുക. നിർദ്ദേശക് കോ ചുനെ. സംവിധായകനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഡയറക്ടറെ തിരഞ്ഞെടുക്കുക. പാത്രോं का चयन करें. ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക, അതായത് ക്യാരക്ടേഴ്സ് ആവാനുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുക. ആവശ്യക് സാമഗ്രിയോं की सूची बनाएं. ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ടേബിൾ പോലെ ഉണ്ടാക്കുക. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതി വയ്ക്കുക. പാത്രോं की वेशभूषा निश्चित करें. ക്യാരക്ടേഴ്സിൻ്റെ വേഷങ്ങൾ, ക്യാരക്ടേഴ്സിൻ്റെ വസ്ത്രങ്ങളൊക്കെ നിശ്ചയിക്കുക, അതായത് തീരുമാനിക്കുക. പാത്രോं के चाल चलन के निर्देश തയ്യാർ കരേ. കഥാപാത്രങ്ങൾ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അവരുടെ റോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ റെഡിയാക്കുക. സംവാദ് കി യോജന ബനായേ. ഡയലോഗ്സ് എങ്ങനെ വരണമെന്ന് പ്ലാൻ ചെയ്യുക. മഞ്ച് കി രൂപ്രേഖ തയ്യാർ കരേ. സ്റ്റേജിൻ്റെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുക. ബാക്കി ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.